Hello, good morning. Good morning, Good sir. morning, sir. Good morning, sir. Okay, once again, all are welcome to the session. Today, this will be the eighth day of this course. Let's get started. The focus word which we are going to discuss is one of the most important and widely expansively used word, especially by the newspapers and news channels, lash out. Okay, so Miss Ranchita, you are Yes, sir. requested to go Yes, through sir. this headline. Lalu Prasad lashes out at PM Narendra Modi, Amit Shah over Manipur violence. The Okay, Times of India. good. Lash out. Lash out. What is the Mani- meaning of lash out? Lash out, sir, തുറന്നടിക്കുക, രോഷം പ്രകടിപ്പിക്കുക, ആഞ്ഞടിക്കുക. ആഞ്ഞടിക്കുക അല്ലെ, തുറന്നടിക്കുക. ഭയങ്കര രോഷത്തോട് കൂടിയിട്ടൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നതിനെയാണ് ലാഷ് ഔട്ട് എന്ന് പറയുന്നത്. തുറന്നടിച്ച് സംസാരിക്കുക അല്ലെ. Yes, sir. Okay, expressing anger or criticism or any sort of disapproval in a forceful or aggressive manner. That is lash out means. Okay, so what could Yes, be sir. the meaning of this headline? മണിപ്പൂർ വയലൻസിൽ ലാലു പ്രസാദ് യാദവ് ലാലു പ്രസാദ് ലാഷസ് ഔട്ട് രോക്ഷം പ്രകടിപ്പിച്ചു. മണിപ്പൂർ വയലൻസിൽ പ്രതിഷേധിച്ച് ലാലു പ്രസാദ് Hmm. PM നരേന്ദ്രമോദിക്കെതിരെ തന്റെ രോക്ഷം പ്രകടിപ്പിച്ചു. Okay, good. Next, Mr. Mansoor K. തുറന്നടിക്കുക, രോഷം പ്രകടിപ്പിക്കുക, ആഞ്ഞടിക്കുക എന്നതിനുള്ള വേർഡ് ഏതാണ്? Lash out, sir. Okay, lash out. Okay, good. അപ്പോൾ ഈ ലാഷ് ഔട്ട് ആണ് നമ്മുടെ ഇന്നത്തെ ഫോക്കസ് വേർഡ്. ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേർഡാണ്. ഈ ഒരു ഫാമിലിയിൽ കുറച്ചധികം വാക്കുകൾ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ കുറച്ച് ടൈം എടുത്ത് പഠിക്കേണ്ട കുറേ വേർഡ്സുകളാണ്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക, ബിക്കോസ് ഇതെല്ലാം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കുകളാണ്. സോ മിസ് ജിഷാദ്, could you please read the headline along with its translation? Lalu Prasad lashes out at PM Narendra Modi, Amit Shah over Manipur violence. മണിപ്പൂർ കലാപത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കുമെതിരെ ലാലു പ്രസാദ് ആഞ്ഞടിച്ചു. Okay, good. ലാഷ് ഔട്ട് തുറന്നടിക്കുക, രോഷം പ്രകടിപ്പിക്കുക, ആഞ്ഞടിക്കുക. Okay, good. Thank you. Lalu Prasad lashes out means lashed out at Prime Minister Narendra Modi. ആർക്കെതിരെയാണ് അദ്ദേഹം ആഞ്ഞടിച്ചത്? നരേന്ദ്രമോദി ആൻഡ് അമിത് ഷാ ഓവർ മണിപ്പൂർ വയലൻസ്. മണിപ്പൂർ വയലൻസുമായി ബന്ധപ്പെട്ട വിഷയത്തില് ലാലു പ്രസാദ് ലാസ്റ്റ് ഔട്ട് പ്രൈം മിനിസ്റ്റർ മോദി ആൻഡ് അമിത് ഷാ. രണ്ടുപേർക്കും എതിരെ അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് ഹി ക്രിട്ടിസൈസ്ഡ് സ്ട്രോങ്ലി ബോത്ത് ഓഫ് ദം. ഓക്കെ, രണ്ടുപേർക്കെതിരെയും ആഞ്ഞടിച്ചു. ഓക്കെ, രമ, which is a word for ആഞ്ഞടിക്കുക? lash out, sir. Okay, good. Thank you. So, Mr. Sri Chand, you are requested to go through the next headline. Good morning, sir. Environmentalist Salam authorities for allowing construction in protected areas. Okay. Environmentalists slam authorities for allowing constructions in protected areas. That means slam. What is the meaning of the word slam? നിശിതമായി വിമർശിക്കുക, Yeah. രൂക്ഷമായി വിമർശിക്കുക. നിശിതമായി വിമർശിക്കുക, രൂക്ഷമായിട്ട് വിമർശിക്കുന്നതിനെയാണ് സ്ലാം എന്ന് പറയുന്നത്. ഇതൊരു കോമൺ വേർഡാണ്, വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ് സ്ലാം എന്ന് പറയുന്നത്. അതിന്റെ മീനിങ് എന്ന് പറഞ്ഞേ, സംരക്ഷിത പ്രദേശങ്ങളിൽ നിർമ്മാണം അനുവദിച്ചതിൽ പരിസ്ഥിതി പ്രവർത്തകർ അധികാരികളെ രൂക്ഷമായി വിമർശിക്കുന്നു. ഓക്കെ, ഗുഡ്. എൻവയോൺമെന്റലിസ്റ്റ് സ്ലാം അതോറിറ്റീസ്, നിശ്ചിതമായിട്ട് രൂക്ഷമായിട്ട് വിമർശിക്കുന്നു അല്ലെ. ഓക്കെ, താങ്ക് യു. സോ നെക്സ്റ്റ്, ഗോപിക, പ്ലീസ് ഗോ ത്രൂ ബോത്ത് മലയാളം ആൻഡ് ഇംഗ്ലീഷ്. Yes, sir. Environmentalists slam authorities for allowing constructions in protected areas. സംരക്ഷിത പ്രദേശങ്ങളിൽ നിർമ്മാണം അനുവദിച്ച പരിസ്ഥിതി പ്രവർത്തകർ അധികാരികളെ രൂക്ഷമായി വിമർശിക്കുന്നു. സ്ലാം നിശിതമായി വിമർശിക്കുക, രൂക്ഷമായി വിമർശിക്കുക. Okay, good. Next, Mr. Abdul Jawad, which is a word for നിശ്ചിതമായി വിമർശിക്കുക? സ്ലാം, നിശിതമായി വിമർശിക്കുക. Okay, slam. Okay, good. Thank you. Miss Rajamani, Yes, sir. which all are the words that we discussed today? lash out Ah, and slam. slam. So you are invited to read this one, the third one. Obdurate and callous. P. Chidambaram rips into finance minister. Rips into means വാക്കുകൊണ്ട് ആക്രമിക്കുക, കടന്നാക്രമിക്കുക. Okay. ഈ ഒബ്ഡ്യൂറേറ്റ് ആൻഡ് കാലിയസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം?
രണ്ട് പ്രധാനപ്പെട്ട വൊക്കാബുലറികളാണ് അല്ലേ? അത് ഒന്ന് മനസ്സിലാകുന്നല്ല. മനസ്സിലാവുന്നില്ല. റിപ്സിൻഡോ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? അത് ഏതോ കേട്ട മാതിരി തോന്നുന്നുണ്ട്. പക്ഷെ ഈ റിപ്സിൻഡോ വേർഡ് പുതിയതാണ്. കുറച്ചുകൂടെ ഒരു ഒബ്ഡ്യൂറേറ്റ് ആൻഡ് അഡ്വാൻസ്ഡ് കാരിയസ് ആണ്. വന്ന് അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് രണ്ട് വേർഡ് കൂടി പഠിക്കാനുണ്ട്. ഒന്ന് ഒബ്ജുറേറ്റ് അത് അനദർ വൺ ഈസ് കാലസ്. ഓക്കെ, careless. ഒബ്ജുറേറ്റ് And എന്ന് പറഞ്ഞാൽ careless. ഭയങ്കര ശാഠ്യമുള്ളതിനെയാണ്, ഭയങ്കര ദുശാഠ്യമുള്ള എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഒബ്ജുറേറ്റ് യൂസ് ചെയ്യുന്നത്. കാലസ് എന്ന് പറഞ്ഞാൽ ഹൃദയശൂന്യമായിട്ടുള്ള. ഓക്കെ, And obdurate? ഒബ്ജുറേറ്റ് എന്ന് പറഞ്ഞാൽ ദുശാഠ്യമുള്ള. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ മീനിങ് ദുശാഠ്യവും ഹൃദയശൂന്യവും ശൂന്യവും. ശൂന്യവുമായ ആണ്. ചിദംബരം വന്ന് ഫൈനാൻസ് മിനിസ്റ്ററെ വാക്കുകൊണ്ട് ആക്രമിച്ചു. ഹൃദയശൂന്യമായ ആൻഡ് ഒബ്ഡ്യൂറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു? ദുശാഠ്യം. ദുശാഠ്യമായ ആൻഡ് ഹൃദയശൂന്യമായ മനസ്സിനെ ചിദംബരം വന്ന് എന്ന് ഫൈനാൻസ് മിനിസ്റ്ററെ ഉപമിച്ചു, അല്ലെങ്കിൽ പറഞ്ഞു. Okay, good. Mr. Nasser, please try to read both Malayalam and English. Obdurate and callous. പി ചിദംബരം റിപ്സ് ഇൻറ്റു ഫൈനാൻസ് മിനിസ്റ്റർ. ദുശാഠ്യനും ഹൃദയശൂന്യനും പി ചിദംബരം ധനമന്ത്രിയെ കടന്നാക്രമിച്ചു. ഓക്കെ, അതിന്റെ മലയാളം ദുശാഠ്യനും ഹൃദയശൂന്യനും എന്നാണ് അദ്ദേഹം പറഞ്ഞ അഭിപ്രായം. അതാണ് കൊട്ടേഷനിൽ കൊടുത്തിരിക്കുന്നത്. പി ചിദംബരം പറഞ്ഞത് അങ്ങനെയാണ്. അദ്ദേഹം ധനമന്ത്രിയെ കുറിച്ച് അങ്ങനെയാ പറഞ്ഞത്. എന്തെങ്ങനെയാ പറഞ്ഞത്? ദുശാഠ്യനും ഹൃദയശൂന്യനും ആണ്. ഓക്കെ, ഒബ്ജറേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദുശാഠ്യം അല്ലെ? സംബഡി ഹൂ ഈസ് സ്റ്റബൺ, ഭയങ്കര സ്റ്റബൺ ആയിട്ടുള്ള ആള്. അതാണ് ഒബ്ജറേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതേസമയം എന്താണ് കാലസ് ആണ്. കാലസ് എന്ന് പറഞ്ഞാൽ ഹാർട്ട്ലെസ് ആയിട്ടുള്ള, ഹൃദയശൂന്യനായിട്ടുള്ള വ്യക്തി. ഓക്കെ, ഇത് നമ്മൾ വേറെ ദിവസങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന വാക്കുകൾ. ഈ കാലസും ഒബ്ജറേറ്റും ഒക്കെ നമ്മുടെ ഈ പറയുന്ന സിലബസിന്റെ ഭാഗമായിട്ട് പിന്നീട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണ വാക്കുകളാണ്. എനിവേ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചോളാം. റിപ്പ് ഇൻറ്റു എന്ന് പറയുന്ന വേർഡ് ഒരു പ്രധാനപ്പെട്ട വേർഡാണ്, എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. വാക്കുകൊണ്ട് ആക്രമിക്കുക, കടന്നാക്രമിക്കുക എന്നാണ് റിപ്പ് ഇൻറ്റു എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്. ഓക്കെ മിസ്റ്റർ നാസർ. ഓക്കെ, മിസ്റ്റർ അരുൺ. Good morning, sir. Yeah. Okay, which are the three words that we discussed today? Lash out, slam, and rips into. Rips into. Rip into. Rips into എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? Rips into വാക്കുകൊണ്ട് കടന്നാക്രമിക്കുക, നല്ല ഷാർപ്പായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുക. Yeah. Okay, criticize sharply. Okay, very good. So you are requested to read this one, the next one. Opposition leaders rebuke Prime Minister's remarks on economic policy. Rebuke, ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക, ശാസിക്കുക. ഓക്കെ, ഇത് മുമ്പ് Opposition leaders ഒരു കോമൺ വേർഡ് അല്ലേ, യൂസ് ചെയ്യുന്ന വേർഡ് അല്ലേ? അതെ, റിബ്യൂക്ക്, ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക. ഓക്കെ, ഗുഡ്. അപ്പൊ ഇതിന്റെ മീനിങ് എന്താ? പ്രധാനമന്ത്രിയുടെ റിമാർക്സിനെ, സാമ്പത്തിക നയങ്ങളെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ റിമാർക്സിനെ രൂക്ഷമായിട്ട് കുറ്റപ്പെടുത്തി, ആക്ഷേപിച്ചു ഓപ്പോസിഷൻ ലീഡേഴ്സ്, പ്രതിപക്ഷ നേതാക്കൾ. Okay, good. Thank you. Ms. Deepika, please go through this one. Opposition leaders reviewed Prime Minister's remarks on economic policy. Okay. സാമ്പത്തിക നയത്തെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങളെ ശാസിച്ച് പ്രതിപക്ഷ നേതാക്കൾ. ഓക്കെ, ശാസിക്കുക എന്ന അർത്ഥത്തിലുള്ള വേർഡാണ് ഇത് റിബ്യൂക്ക്. ആക്ഷേപിക്കുക, ശാസിക്കുക, കുറ്റപ്പെടുത്തുക. ഓക്കെ, ഒരാള് വേറൊരാളെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് റിബ്യൂക്കിംഗ്. ഓക്കെ, റിബ്യൂക്ക്. ഓക്കെ, സോ മിസ്റ്റർ അബ്ദുൽ ഗഫൂർ, which is a word for ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക, ശാസിക്കുക? റിവ്യൂ. Okay, ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക, ശാസിക്കുക. Okay, then you are requested to read the next one. The International Court of Justice censures Israel for its genocidal war. The International Court of Justice censures Israel for its genocidal war. Genocidal എന്നാണോ? Okay, genocidal war. Genocidal war. Genocide means ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക. Censure അല്ലേ? Censure എന്നാണല്ലേ? ഓക്കെ, censure. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താ ഇതിന്റെ മീനിങ് എന്താണ്? ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക അല്ലെ? ജനസൈഡൽ എന്ന് പറഞ്ഞാൽ എന്താ? വംശഹത്യ. The murder of a large group of people അല്ലെ? Murder of large group of people, അതാണ് ജനസൈഡ് എന്ന് പറയുന്നത്. ജനസൈഡ്
ഓക്കെ, അപ്പൊ ജനസൈഡൽ വാർ എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ വംശഹത്യ അല്ലെ? ഓക്കെ, ഗുഡ്. സോ മിസ്റ്റർ ഗഫൂർ, പ്ലീസ് Yes, ട്രൈ sir. ടു ട്രാൻസ്ലേറ്റ് ദ സെന്റൻസ്. The International Court of Justice sentences Israel for പ്ലീസ് ഗോ ഇസ്രയേലിനെ ത്രൂ ദ മലയാളം. ക്ഷമിച്ചു. ഓക്കെ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രയേലിനെ കൂട്ടക്കുരുതി യുദ്ധത്തെ കുറ്റപ്പെടുത്തി. ഇസ്രയേലിന്റെ കൂട്ടക്കുരുതി യുദ്ധത്തെ കുറ്റപ്പെടുത്തി. കൂട്ടക്കുരുതി യുദ്ധം എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്തിരിക്കുന്നത് എന്താ? വേർഡ് എന്താ? ജനോസൈഡൽ വാർ. ജനോസൈഡൽ വാർ. ജനസൈഡൽ വാർ അല്ലെ? ഓക്കെ, വംശഹത്യ, കൂട്ടക്കുരുതി എന്നാണ് ജനസൈഡ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ്. ഇത് നമുക്ക് ഒരു ദിവസത്തെ ഫോക്കസ്ഡ് വേർഡാണിത്, ജനസൈഡ്. ഈ സൈഡ് വരുന്നൊക്കെ കില്ലിംഗ് ആണ്. ഓക്കെ, സൈഡ് എന്ന് പറയുന്ന കുറേ വാക്കുകളുണ്ട്. സൂയിസൈഡ്, പാരിസൈഡ്, ഓക്കെ, പാരിറ്റിസൈഡ്, ഫാട്രിസൈഡ്, അങ്ങനെ കുറെ സൈഡുകളുണ്ട്. ഇതിൽ ജനസൈഡ് ആണ് ഏറ്റവും കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഫെറ്റിസൈഡ് ഒക്കെ കിട്ടുന്നു. ഫെറ്റിസൈഡ് ഇത് ഭ്രൂണഹത്യ. അതുപോലെ ഇൻഫന്റിസൈഡ് ഉണ്ട്. ഫെറ്റിസൈഡ് ഭ്രൂണഹത്യ, ഇൻഫന്റിസൈഡ് ശിശുഹത്യ. ഇൻസെക്ടിസൈഡ് യെസ്, ഇത് ഇൻഫെന്റിസൈഡ് ആണ്, ഇത് കുഞ്ഞുങ്ങളെ കൊല്ലുന്നില്ല, ശിശുഹത്യ. ഇത് ഭ്രൂണഹത്യ, ഇൻഫെറ്റിസൈഡ്. ജനസൈഡ് എന്ന് പറഞ്ഞാൽ വംശഹത്യ അല്ലെങ്കിൽ കൂട്ടക്കുരുതി. ദീപിക, Yes, sir. വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ജനസൈഡ്? കില്ലിംഗ് എ ലാർജ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ കേട്ടോ. വംശഹത്യ ഒന്ന് പറഞ്ഞേ, വംശഹത്യ. വംശഹത്യ. ഓക്കെ ഓക്കെ, ഗുഡ്. സി മിസ്റ്റർ ടി കെ പുഷ്പൻ, Yes, sir. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് വായിച്ച ഹെഡിങ്, അതിന്റെ മീനിങ്ങും. The International Court of Justice censures Israel for its genocidal war. അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേലിന്റെ കൂട്ടക്കുരുതി യുദ്ധത്തെ കുറ്റപ്പെടുത്തി. ഓക്കെ, സെൻഷർ എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക. ഗുഡ്, സെൻഷർ അല്ലേ? ഓക്കെ, താങ്ക് യു. മിസ് അച്ചു മേനോൻ, വിച്ച് all are the words that we discussed today? Would you please list out all the words? lash out, slam, rips into, censure, rebuke. സെൻഷർ അല്ലേ? സെൻഷർ. ഓക്കെ, ഗുഡ്. ജനസൈഡൽ വാർ എന്ന് പറഞ്ഞാൽ എന്താ? വംശഹത്യ. വംശഹത്യ, യുദ്ധം അല്ലേ? നെക്സ്റ്റ് രമ, പ്ലീസ് ഗോ ത്രൂ ദിസ് വൺ. Supreme Court reapproaches state government over delayed justice. Reapproach ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക. റീഅപ്രോച്ച് അല്ല, റിപ്രോച്ച് ആണ്. Reproach, sorry. റീഅപ്രോച്ച് മാറും, റിപ്രോച്ച് ആണ് കേട്ടോ. റിപ്രോച്ച് എന്ന് പറഞ്ഞാൽ ആക്ഷേപിക്കുക. ഒരാൾ ആക്ഷേപിക്കും. നമ്മൾ റിബ്യൂക്ക് എന്ന് പറയില്ലേ, അതേപോലെ തന്നെയാണ് റിപ്രോച്ച് ഈക്വൽ ടു റിബ്യൂക്ക്. റിബ്യൂക്കിന്റെ മറ്റൊരു പ്രയോഗമാണ് റിപ്രോച്ച്. ഓക്കെ, ഇതും വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ സുപ്രീം കോർട്ട് റിപ്രോച്ചസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓവർ ഡിലേഡ് ജസ്റ്റിസ്. എന്താ അതിന്റെ മീനിങ്? എന്താ? സുപ്രീം കോർട്ട് ഗവൺമെന്റിനെ ആക്ഷേപിച്ചു, ഡിലേഡ് ജസ്റ്റിസിന് വേണ്ടി. ഡിലേഡ് ജസ്റ്റിസ് ചെയ്തതിന് സുപ്രീം കോർട്ട് വന്ന് സ്റ്റേറ്റ് ഗവൺമെന്റിനെ ആക്ഷേപിച്ചു. യെസ് യെസ്. ഓക്കെ, റസ്മി രാജ്. Yes, sir. Go through the same headline along with the translation. Supreme Court reproaches state government over delayed justice. വൈകിയ നീതിയിൽ സംസ്ഥാന സർക്കാരിനെ കുറ്റപ്പെടുത്തി സുപ്രീം കോടതി. ഓക്കെ, സോ ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുന്ന വേർഡ് ഏതാ? ആക്ഷേപിക്കുക, കുറ്റപ്പെടുത്തുക. വേർഡ് ഏതാ? Reproach. ഓക്കെ, റിപ്രോച്ച് അല്ലേ? ഗുഡ്, താങ്ക് യു. സോ സുമ, യെസ്, Yes, sir. പ്ലീസ് ഗോ ത്രൂ ദിസ് വൺ. Pakistan castigates India over arbitrary arrests of Islamic scholars in occupied Kashmir. ഓക്കെ, സോ കാസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ശാസിക്കുക, കുറ്റപ്പെടുത്തുക. കാസ്റ്റിഗേറ്റ്, ഇതൊരു കോമൺ വേർഡ് ആണ്. ഓക്കെ, സോ പ്ലീസ് ഗോ ത്രൂ ദ ട്രാൻസ്ലേഷൻ. അധിനിവേശ കാശ്മീരിൽ ഇസ്ലാമിക പണ്ഡിതന്മാരെ ഏകപക്ഷീയമായ അറസ്റ്റ് ചെയ്തതിന് പാകിസ്ഥാൻ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു. ഏകപക്ഷീയമായ അറസ്റ്റ്, അതിനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വേർഡ് ഏതാ? ആർബിറ്ററി അറസ്റ്റ്. ആർബിട്രറി അറസ്റ്റ്. അപ്പൊ ആർബിട്രറി എന്ന് പറഞ്ഞാൽ എന്താ? ആർബിറ്ററി, ഏകപക്ഷീയമായ. അല്ലെ? ഓക്കെ, താങ്ക് യു. ഓക്കെ, മിസ്റ്റർ മുഹസിൻ. Yes, sir. Good morning. Please read all these headlines along with the translation. Pakistan castigates Indian over arbitrary arrest of Islamic scholars in occupied Kashmir. അധിനിവേശ കാശ്മീരിൽ ഇസ്ലാമിക പണ്ഡിതന്മാരെ ഏകപക്ഷീയമായി അറസ്റ്റ് ചെയ്തതിന് പാകിസ്ഥാൻ ഇന്ത്യയെ കുറ്റപ്പെടുത്തുന്നു. കാസ്റ്റിഗേറ്റഡ്, ശാസിക്കുക, കുറ്റപ്പെടുത്തുക. ഓക്കെ, ഗുഡ്, താങ്ക് യു. ആർബിട്രറി ഏകപക്ഷീയമായ. ആർബിട്രറി, ഏകപക്ഷീയമായ. ആർബിട്രറി. ഓക്കെ, ഈ ഏകപക്ഷീയമായ എന്ന് പറഞ്ഞാൽ അവരെ മാത്രം എന്നാണോ അർത്ഥം? അല്ല, ഏകപക്ഷീയമായ പക്ഷപാതപരമായിട്ടുള്ള.
Okay, sir. Okay. So please list out all the words that we discussed today. Lash out, slam, rips into, then rebuke, Okay. reproach, castigate, Mm. censure. Censure. Okay. Good. Castigate എന്ന് പറഞ്ഞാൽ എന്താ? Castigate എന്ന് വെച്ചാൽ കുറ്റപ്പെടുത്തുക, ശാസിക്കുക. Sir, I അതാണ്. have one doubt. Okay, please do ask me. In what circumstances the preposition over is used? That here we used over delayed justice and over arbitrary arrest of Islamic leaders. You're asking about this preposition over. Yes, sir. Over means here the word is used related with or regarding. Related with or regarding. Sir, മനസ്സിലായില്ലേ? ഇവിടെ ഓവർ okay, sir. എന്നുള്ളതിന് ഓൺ എന്ന് ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇന്ത്യ ഇല്ല, ഓൺ ഇല്ല. ആർബിട്രറി അറസ്റ്റ്. തീർച്ചയായിട്ടും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിന്റെ ഒരു സെഷൻ വരുന്നുണ്ട് പ്രൊപ്പോസിഷന്റെ. ഇങ്ങനെയുള്ള എല്ലാ സംഗതികളും അവിടെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഡോണ്ട് വറി. ഓക്കെ. അപ്പൊ കാസ്റ്റിഗേറ്റ് എന്ന് പറഞ്ഞാല് ശാസിക്കുക, കുറ്റപ്പെടുത്തുക. ഓക്കെ, ഗുഡ്. സോ നെക്സ്റ്റ് മിസ്റ്റർ അബ്ദുൽ ജവാദ്, Sir, പ്ലീസ് ഗോ ത്രൂ ദിസ് വൺ. opposition chastises government over rising unemployment rates. Chastise എന്നാണോ? ചാസ്റ്റിസ് അല്ല, Chastise. ചേസ്റ്റൈസ് ആണ്. ചേസ്റ്റൈസ്. Chastise. ഓക്കെ, ചേസ്റ്റൈസ്. Chastise, വഴക്കു പറയുക, ശാസിക്കുക. ഓക്കെ, ഇതിന്റെ മലയാളം എന്താ? വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ നിരക്കിൽ പ്രതിപക്ഷം സർക്കാരിനെ ശാസിക്കുന്നു. ഓക്കെ, ഗുഡ്. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ നിരക്കിൽ പ്രതിപക്ഷം സർക്കാരിനെ ശാസിക്കുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് Denise, Annie, are you there? Okay, please go through this one. Opposition chastise government over rising unemployment rates. വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മ നിരക്കിൽ പ്രതിപക്ഷം സർക്കാരിനെ ശാസിക്കുന്നു. ഓക്കെ, ശാസിക്കുക എന്നുള്ള വേർഡ് അതവിടെ ചാസ്റ്റൈസ്, ചാസ്റ്റൈസ്, ചേസ്റ്റൈസ്, ചേസ്റ്റൈസ്. ഓക്കെ, ഓക്കെ, ഗുഡ്. ചേസ്റ്റൈസ് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആക്കി തന്നെ അങ്ങ് പറഞ്ഞു പോയാൽ പിന്നെ തെറ്റില്ല. ചേസ്റ്റൈസ് കേട്ടോ. ഓക്കെ, ഗുഡ്. താങ്ക് യു. So next, Mr. Shafi, please go through this one. India cricketers Lambast, Ranbir Kapoor's film Animal deletes Lambast, ചീത്ത പറയുക, നിശിതമായി വിമർശിക്കുക, രൂക്ഷമായി വിമർശിക്കുക. ലംബാസ്റ്റ് അല്ലെ? ഓക്കെ, ചീത്ത പറയുക, നിശിതമായി വിമർശിക്കുക, രൂക്ഷമായി വിമർശിക്കുക. ലംബാസ്റ്റ്. ഓക്കെ, സോ വാട്ട് ഇസ് ദ മലയാളം ഓഫ് ദ അബോവ് സെന്റൻസ്? ഇന്ത്യ രൺബീർ കപൂറിന്റെ അനിമൽ എന്ന ചിത്രത്തെ നിശിതമായി വിമർശിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് താരം പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. Good. Thank you. So next, Fasila, Yes, sir. please go through the same. Okay. India cricketer Lambas Ranbir Kapoor's film Animal deletes post. രൺബീർ കപൂറിന്റെ അനിമൽ എന്ന ചിത്രത്തെ നിശിതമായി വിമർശിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് താരം പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. ലംബാസ്റ്റ്, ചീത്ത പറയുക, നിശിതമായി വിമർശിക്കുക, രൂക്ഷമായി വിമർശിക്കുക. Okay, lambast. ചീത്ത പറയുക, lambast. Okay, good. Mr. കലേഷ് കുമാർ, ചീത്ത പറയുക എന്നതിന്റെ വേർഡ് എന്താ? ലംബാസ്റ്റ്. നമ്മൾ ഇന്ന് പഠിച്ച വേർഡ്സുകളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യോ കലേഷ്? Okay, sir. Lash out, slam, rips into, rebuke, censor, okay, reproach, and castigate, disparage, okay, chastise, lambast. Okay, very good. Thank you. So next, again, Mr. Sri Chand. Sir. Please go through this one. Madras High Court hits out at sub-registrars for misinterpreting court directives. Okay, Madras High Court hits out at sub-registrars for misinterpreting court directives. എന്തായിരിക്കും ഇതിന്റെ മീനിങ്? മദ്രാസ് ഹൈക്കോടതി സബ് രജിസ്ട്രാർമാരെ രൂക്ഷമായി വിമർശിച്ചു. കോടതിയുടെ നിർദ്ദേശങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു. കോർട്ട് ഡയറക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ കോടതിയുടെ നിർദ്ദേശങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചു. Excellent. Thank you. Ms. Achu Menon, please read it again. Yes, sir. Madras High Court hits out at sub-registrars for misinterpreting court directives. കോടതി നിർദ്ദേശങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതിന് സബ് രജിസ്ട്രാർക്കെതിരെ മദ്രാസ് ഹൈക്കോർട്ട് രൂക്ഷ വിമർശനം. ഹിറ്റ് ഔട്ട്, രൂക്ഷമായി വിമർശിക്കുക, ശക്തമായി വിമർശിക്കുക. ഓക്കെ, ഗുഡ്. താങ്ക് യു. അപ്പൊ മിസ്റ്റർ ജിഷാദ് കെ രവി, ജിഷാദ്, എന്താണ് രൂക്ഷമായി വിമർശിക്കുക എന്നുള്ള ഈ ഫ്രേസൽ വെർബ് എന്താ? ഹിറ്റ് ഔട്ട്, സാർ. ഹിറ്റ് ഔട്ട് അല്ലെ? സോ മിസ്റ്റർ അരുൺ, യു ആർ റിക്വസ്റ്റഡ് ടു റീഡ് ദിസ് ഹെഡ്ലൈൻ.
DMK taunts Tamil Nadu governor, says gubernatorial office useless. Okay. DMK തമിഴ്നാട് ഗവർണറെ പുച്ഛിക്കുന്നു, ശകാരിക്കുന്നു. ഗുബർണറ്റോറിയൽ ഓഫീസ് എന്ന് പറഞ്ഞാൽ എന്താണ് സർ? അത് എന്താ പറയാ, നമ്മൾ ഗവർണറുമായി ബന്ധപ്പെട്ടത് ഗുബർണറ്റോറിയൽ സംതിങ് റിലേറ്റഡ് വിത്ത് ഗവർണറുമായി ഗവർണറുമായി ബന്ധപ്പെട്ട ഓഫീസ് യൂസ് ഇല്ലാത്തതാണെന്നുള്ള രീതിയിൽ ശകാരിക്കുന്നു DMK തമിഴ്നാട് ഗവർണറെ. Okay, good. You're right. Okay, so what is the meaning of the word taunt? Taunt ശകാരിക്കുക, പുച്ഛിക്കുക, അവഹേളിക്കുക. Yeah, ശകാരിക്കുക, പുച്ഛിക്കുക, അവഹേളിക്കുക. Okay, Ms. Rajamani, you are requested to read the headline along with Malayalam translation. Okay, good morning, sir. DMK taunts Tamil Nadu governor, says gubernatorial office useless. തമിഴ്നാട് ഗവർണറെ പരിഹസിച്ച് DMK ഗവർണറുടെ ഓഫീസ് ഉപയോഗശൂന്യമെന്ന് തമിഴ്നാട് ഗവർണറെ പരിഹസിച്ചു DMK. ടോണ്ട് മീൻസ് സഹായിക്കുക, പുച്ഛിക്കുക, അവഹേളിക്കുക. Okay. Gubernatorial. What is the meaning of gubernatorial? ഗവർണറെ സംബന്ധിച്ച ഓഫീസ്, ഗവർണറുടെ ഓഫീസ് മേ ബി. Okay. R പൂർണ്ണമായും സൈലന്റ് ആണ്. Okay. Okay, Mr. Abdul Ghaffur, can you please pronounce this word? Yes, Gubernatorial. Okay, now what is the meaning of this word gubernatorial? ഗവർണറെ പരിഹസിച്ച് ഗവർണറെ ഓഫീസ് ഉപയോഗശൂന്യമെന്ന്. ഗവർണറെ ഓഫീസ്. Gubernatorial means related with governor. അത്രേ ഉള്ളൂ. Related with governor. Surendran, which is the word for related with governor? Gubernatorial. Okay, excellent. Gubernatorial. Ms. Geeta Nair? Yes, gubernatorial. Okay, continue the session. So, Mr. Abdul Ghaffur, you are requested to read the headline again. DMK taunts Tamil Nadu governor, says gubernatorial office useless. Okay, what the meaning of that? തമിഴ്നാട് ഗവർണറെ പരിഹസിച്ച് DMK ഗവർണറുടെ ഓഫീസ് ഉപയോഗശൂന്യമെന്ന്. Okay, good. Thank you. ശകാരിക്കുക, പുച്ഛിക്കുക, അവഹേളിക്കുക. Okay, good. Ms. Geeta Nair, which is a word for ശകാരിക്കുക, പുച്ഛിക്കുക, അവഹേളിക്കുക? Taunt. Taunt. Okay. So, Ms. Geeta Nair, you are requested to go through the next headline. Rahul Gandhi takes a dig at PM, says Karnataka election is not about you. കർണാടക തെരഞ്ഞെടുപ്പ് നിങ്ങളെ കുറിച്ചല്ലെന്ന് പ്രധാനമന്ത്രിയെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി. ടേക്ക് എ ഡിഗ് അറ്റ് പരിഹസിക്കുക. Okay, Rahul Gandhi takes a dig at PM, says Karnataka election is not about you. അതായത് കർണാടക തിരഞ്ഞെടുപ്പ് നിങ്ങളെ കുറിച്ചല്ലെന്ന് പ്രധാനമന്ത്രിയെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി. അപ്പൊ ഇവിടെ ഒരു ഫ്രേസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഏതാ ഫ്രേസ്? ടേക്ക് എ ഡിഗ് അറ്റ്. ടേക്ക് എ ഡിഗ് അറ്റ്. എന്താ അതിന്റെ അർത്ഥം? രൂക്ഷമായി പരിഹസിക്കുക. ഇത് എപ്പോഴും നമ്മൾ ഈ പുസ്തകങ്ങളിലൊക്കെ വായിക്കുന്നവർക്ക് അറിയാം, എപ്പോഴും കാണുന്ന ഒരു വേർഡാണ്. ടേക്ക് എ ടിക്കറ്റ് മീൻസ് ടു മേക്ക് എ സ്ലൈഡ് ഓർ യൂഷ്വലി ഹ്യൂമറസ് or sarcastic comment, especially criticism about someone. Okay, I mean that criticize ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഫ്രേസ് ആണ് ടേക്ക് എ ടിക്കറ്റ് എന്ന് പറയുന്നത്. ടേക്ക് എ ടിക്കറ്റ്. Okay, thank you, Miss Rasmi. Yes, sir. Which is a phrase for രൂക്ഷമായി പരിഹസിക്കുക? Take a dig at. രൂക്ഷമായി പരിഹസിക്കുക. Take a dig at. Vidya, you are requested to read the headline again. Rahul Gandhi takes a dig at PM, says Karnataka election is not about you. Okay. കർണാടക തിരഞ്ഞെടുപ്പ് നിങ്ങളെ കുറിച്ചല്ലെന്ന് പ്രധാനമന്ത്രിയെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി. അപ്പൊ പരിഹസിക്കുക അല്ലെ, രൂക്ഷമായി പരിഹസിക്കുക എന്ന വേർഡ് ഏതാ, ഫ്രേസ് ഏതാ? ടേക്ക് എ ടിക്കറ്റ് എന്ന് പറഞ്ഞേ. Okay, good. Mr. Vinish, are you there? Vinish. Yes, So Vinish, which is a word for രൂക്ഷമായി പരിഹസിക്കുക? Take a ticket. Okay, thank you. So Mr. Shafi, which is the word for രൂക്ഷമായി പരിഹസിക്കുക? Muhsin. Yes, sir. Good morning, sir. Good morning. Which is the word? Take a ticket. രൂക്ഷമായി പരിഹസിക്കുക. Okay, you're requested to read the headline with its translation again. Rahul Gandhi takes a ticket. PM says Karnataka election is not about you. കർണാടക തിരഞ്ഞെടുപ്പ് നിങ്ങളെ കുറിച്ചല്ലെന്ന് പ്രധാനമന്ത്രിയെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി. Okay, good. Okay. Deepika. Yes, sir. Okay, you're requested to read this headline. She leveled allegations of discrimination against her employer.
ലെവൽ ലെവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഉന്നയിക്കുക, ആരോപിക്കുക, കുറ്റപ്പെടുത്തുക. ഒന്ന് പറഞ്ഞേ. ഉന്നയിക്കുക, ആരോപിക്കുക, ആ. കുറ്റപ്പെടുത്തുക. ഈ വേർഡ് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടോ? ലെവൽ ഇല്ല. നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ലെവൽ അങ്ങനെ പറഞ്ഞാൽ എന്താ? ലെവൽ നമ്മൾ സാധാരണ പറയാറില്ല. എന്തിനാ? സ്റ്റാൻഡേർഡ് എന്താന്നൊക്കെ ചോദിക്കാൻ, എന്താ ഇതിന്റെ ലെവൽ ലെവല് ഇങ്ങനെ പക്ഷെ നിരപ്പായ, ആ ഒരു നിരന്ന, മീനിങ് ഇവിടെ വരുന്നില്ലല്ലോ അല്ലേ? നമ്മളിങ്ങനെ നിരപ്പായിട്ടുള്ളത് ലെവലായി, അങ്ങനെയല്ല നമ്മൾ സാധാരണ ലെവൽ എന്ന് പറയുന്നത് അല്ലേ? ആ ഓക്കെ. Yes. അല്ല ദീപിക അങ്ങനെയല്ല പറയുന്നേ? അതെ. ഓക്കെ. സോ ലെവൽ എന്ന് പറയുന്ന ഒരു കോമൺ വേർഡ് ആണ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യാറില്ലാണ്. പക്ഷേ അതിന് വേറെ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ സിറ്റുവേഷനിൽ എസ്പെഷ്യലി ഇങ്ങനെ ഒരു ലിറ്റററി മീനിങ്ങിൽ നമ്മൾ ലെവൽ അങ്ങനെയല്ല യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയാണ്. അതായത് ലെവൽ അലഗേഷൻ എന്ന് പറഞ്ഞാൽ ആരോപണം ഉന്നയിക്കുക എന്നാണ്. ഓക്കെ, ലെവൽ അലഗേഷൻസ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. എന്താണ് ലെവൽ അലഗേഷൻ എന്ന് പറഞ്ഞാല്? ഉന്നയിക്കുക, ആരോപിക്കുക, കുറ്റപ്പെടുത്തുക. ആരോപണം ഉന്നയിക്കുന്നതിനെയാണ് ലെവൽ ആൻഡ് അലഗേഷൻ എന്ന് പറയുന്നത്. ലെവൽ. സർ, ഈ അലഗേഷനും ഈ ലെവലും അലഗേഷനും കൂടെ വരണ്ടേ അപ്പൊ? അലഗേഷൻ എപ്പോഴും കൂടെ ഉണ്ടാവും. ലെവൽ ആൻഡ് അലഗേഷൻ. ഓക്കെ, ലെവൽ ആൻഡ് അലഗേഷൻ. ഉന്നയിക്കുക എന്നാണ് ലെവൽ എന്ന് പറയുന്നത്. എന്തുന്നയിക്കുക? ആരോപണം. ഓക്കെ, മനസ്സിലായില്ലേ? അങ്ങനെ. അപ്പോ ഇവിടെ ഷീ ലെവൽഡ് അലഗേഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ അഗൈൻസ്റ്റ് ഹർ എംപ്ലോയി. ഓക്കെ, മിസ്റ്റർ രതീഷ്, യു ആർ റിക്വസ്റ്റഡ് ടു റീഡ് ദ മീനിങ് ഓഫ് ദിസ് സെന്റൻസ്. തൊഴിലുടമയ്ക്കെതിരെ വിവേചനപരമായ ആരോപണങ്ങൾ അവൾ ഉന്നയിച്ചു. ഓക്കെ, good. Thank you. Mr. Arun, which is the word for ഉന്നയിക്കുക? Sir, level. Level. Okay. Level. Good. Level. Mr. Vinesh, which is the word for ഉന്നയിക്കുക, ആരോപിക്കുക, കുറ്റപ്പെടുത്തുക? Level, sir, level. Level. Okay, good. Thank you. Ms. Shini Sunny, please go through the next headline. Swati Maliwal alleges CCTV videos of Kejriwal residents being tampered with. Okay. Swati Maliwal alleges CCTV video of Kejriwal residents being tampered with. So what is the meaning of the word allege? ആരോപിക്കുക. ഇത് പരിചയമുള്ള വേർഡ് അല്ലേ? അതെ, alleged. Alleged. What is the pronunciation of that word? Allege. Allege. Okay, allege. Allege. Okay, allege അല്ല, allege. Okay. So Swati Maliwal alleges. എന്താണ് allege ചെയ്യുന്നത്? CCTV video of Kejriwal residents being tampered with. So what could be the meaning of this sentence? ഈ tamper with എന്ന് പറഞ്ഞാൽ കൃത്രിമം കാണിക്കുക എന്നാണ്. Okay? Being tamper with. Okay, Ms. Rajamani, what is the word for കൃത്രിമം കാണിക്കുക? Tamper with. Tamper with എന്ന് പറയണോ? Tamper with ഉണ്ടാവും. അതൊരു ഫ്രേസ് ആണ് കേട്ടോ. വിദ്യ, which is the phrase? കൃത്രിമം കാണിക്കുക. Tamper with അല്ലെ? Tamper with. Okay, good. Mr. Surendran? Yes, sir. What is the word for കൃത്രിമം കാണിക്കൽ? Tamper with. Tamper with something എന്നാണ് ആ എക്സ്പ്രഷൻ കേട്ടോ. Tamper with something. Okay, അതായത് എന്തെങ്കിലും ഒരു തരത്തിലുള്ള കൃത്രിമം നടത്തുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജ് വരുത്തുക, അങ്ങനെയൊക്കെ അർത്ഥം ഉണ്ടോ അതിന്? ഓക്കെ, യെസ്, tamper with. To touch or make changes to something that you should not. അതായത് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം, തൊടാൻ പാടില്ലാത്തൊരു കാര്യം തൊടുക, അല്ലെങ്കിൽ ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു കാര്യത്തിൽ നമ്മൾ പോയിട്ട് ഇടപെടുക, അങ്ങനെയൊക്കെ ഒരുപാട് അർത്ഥമുള്ള ഒരു വേർഡാണ് ഈ ടാമ്പർ വിത്ത് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് മലയാളീകരിച്ചാൽ കൃത്രിമത്വം കാണിക്കുക എന്ന അർത്ഥത്തിൽ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇലക്ഷൻ ഒക്കെ ഈ നടിയുടെ കേസില് വളരെ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമില്ല, അവരെ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്തു എന്ന് പറയുന്നത്. സെയിം വേർഡ് അല്ലേ? സെയിം വേർഡ്. ഓക്കെ, അത് തന്നെയാണ്. വെരി ഗുഡ്. ഓക്കെ, സിറ്റുവേഷനിലായിട്ട് ഇത്തരത്തിൽ എക്സാമ്പിൾസ് പറയുമ്പോൾ നല്ലതാണത്. ഓക്കെ, ഗുഡ്. So, Mr. Ravindran, could you please repeat the same sentence once again? Swati Maliwal alleges CCTV video of Kejriwal residents being tampered with. കേജ്രിവാളിന്റെ വസതിയിലെ CCTV വീഡിയോയിൽ കൃത്രിമം നടന്നതായി സ്വാതി മലിവാൾ ആരോപിച്ചു. കൃത്രിമത്വം നടത്തുക എന്നുള്ളതിനുള്ള phrase എന്താ? ടാമ്പർ വിത്ത്. വെറും ടാമ്പർ എന്ന് പറഞ്ഞാല് കേടാക്കുക എന്ന അർത്ഥമാണ്. സാധാരണ വെറും ടാമ്പർ എന്ന് പറയില്ലേ, ആ വാക്കിന്റെ അർത്ഥം കേടുവരുത്തുക, എന്തെങ്കിലും ഒരു സംഗതി കേടാക്കുക. അതിനാണ് ടാമ്പർ എന്ന് പറയുന്നത്. ടാമ്പർ വിത്ത് സംതിങ് എന്ന് പറഞ്ഞാൽ കൃത്രിമത്വം നടത്തുക, അല്ലെങ്കിൽ താറുമാറാക്കുക എന്നൊക്കെ പറയാം. ടാമ്പർ വിത്ത്. ഓക്കെ, മിസ്റ്റർ രവീന്ദ്രൻ, താങ്ക് യു. നെക്സ്റ്റ് റുബീന. ഓക്കെ, which is the word for ആരോപിക്കുക?
Allege. 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 Okay. Then you are requested to read the next headline. Congress attributes credit to Umman Chandi. Attribute ആരോപിക്കുക ലക്ഷണം. Attribute എന്ന് പറഞ്ഞാൽ ആരോപിക്കുക എന്നാണ് അല്ലെ. ആരോപിക്കുക. പിന്നെ അതിന് നൗണായിട്ട് ലക്ഷണം എന്ന അർത്ഥത്തിൽ നമ്മൾ ആട്രിബ്യൂട്ട് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ ഇവിടെ എന്താണ് കേരള CM വെൽക്കം വായിച്ചത്? കേരള CM വെൽക്കം ഫസ്റ്റ് എവർ ഷിപ്പ് ടു വിഴിഞ്ഞം പോർട്ട്. കോൺഗ്രസ് ആട്രിബ്യൂട്ട്സ് ക്രെഡിറ്റ് ടു ഉമ്മൻചാണ്ടി. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യമായി കപ്പലിനെ സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രി. അതിന്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്കെന്ന് ആരോപിച്ച് കോൺഗ്രസ്. ഓക്കെ, ഗുഡ്. ആരോപിക്കുക ആട്രിബ്യൂട്ട് അല്ലെ. ഓക്കെ, വിശ്വജിത്ത് ഒന്ന് വായിക്കാവോ? സെയിം ഹെഡ്ലൈൻ അലോങ് വിത്ത് ഇറ്റ്സ് മീനിങ്. Kerala CM welcomes first ever shift to Vizhinjam Port. Congress attributes credit to Umman Chandi. വിഴിഞ്ഞം തുറമുഖത്തേക്ക് ആദ്യമായി കപ്പലിനെ സ്വാഗതം ചെയ്ത മുഖ്യമന്ത്രി. അതിന്റെ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടിക്ക് ആരോപിച്ച് കോൺഗ്രസ്. ആരോപിക്കുക അല്ലെങ്കിൽ ഇലക്ഷൻ. Okay, good. Next, Srija CJ, you are requested to go through the next headline. Yes, sir. Admonish, ശകാരിക്കുക, ഗുണദോഷിക്കുക, ശാസിക്കുക. സുപ്രീം കോർട്ട് admonishes ബാബ രാംദേവ് പതഞ്ജലി ആയുർവേദ ഓവർ മിസ്ലീഡിംഗ് അഡ്വർടൈസ്മെന്റ്. എന്തായിരിക്കും ഇതിന്റെ മീനിങ്? സുപ്രീം കോടതി ബാബ രാംദേവിന്റെയും പതഞ്ജലി ആയുർവേദ ഇതിന്റെയും തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പറ്റി സുപ്രീം കോടതി ശാസിച്ചു. ആരെ ശാസിച്ചത്? ബാബ രാംദേവ്, പതഞ്ജലി ആയുർവേദ പതഞ്ജലി ആയുർവേദ എന്ന് പറയുന്ന ആ ഫാമിലിയാണ് അഡ്മനിഷ് ചെയ്തത്. ഓക്കെ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് അഡ്മനിഷ്? അഡ്മനിഷ് ശകാരിക്കുക, ഗുണദോഷിക്കുക, ശാസിക്കുക. Okay, good. Thank you, Miss Mansoor. Okay. Sir. Please go through the same along with the translation. Supreme Court admonishes Baba Ramdev and Patanjali Ayurveda over misleading advertisements. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങളുടെ പേരിൽ ബാബ രാംദേവിനെയും പതഞ്ജലി ആയുർവേദിനെയും സുപ്രീം കോടതി ശാസിച്ചു. അഡ്മോനിഷ് ശകാരിക്കുക, ഗുണദോഷിക്കുക, ശാസിക്കുക. Okay, good. Okay. Jishad, which is a word for ശകാരിക്കുക, ഗുണദോഷിക്കുക, ശാസിക്കുക? Admonish. Okay. Admonish. Miss Geeta Nair, which is a word for ശാസിക്കുക? Admonish. അല്ലേ? Okay, thank you. Miss Achu Menon, you are requested to read this one. Yes, sir. Chennai residents declare indiscriminate burning of waste on vacant lands alleged inaction by authorities. Decry means കുറ്റപ്പെടുത്തുക, അപലപിക്കുക. Decry, കുറ്റപ്പെടുത്തുക, അപലപിക്കുക അല്ലെ. അപ്പൊ ചെന്നൈ റെസിഡൻസ് ഡിക്രൈ എന്ന് പറഞ്ഞാൽ ചെന്നൈ റെസിഡൻസ്, ചെന്നൈയിലെ നിവാസികൾ ഡിക്രൈ ചെയ്യാണ്, കുറ്റപ്പെടുത്തി. ചെന്നൈ റെസിഡൻസ് കുറ്റപ്പെടുത്തി. അതായത് അവര് ആളൊഴിഞ്ഞ സ്ഥലത്ത് വിവേചനരഹിതമായിട്ട് മാലിന്യങ്ങൾ കത്തിക്കുന്നതിന് വിവേചനരഹിതം indiscriminate. Okay, very good. Okay, excellent. Okay, Miss Geeta Nair, you are requested to read again. Chennai residents decry indiscriminate burning of waste of vacant lands alleged inaction by authorities. Okay. ചെന്നൈ നിവാസികൾ ആളൊഴിഞ്ഞ സ്ഥലങ്ങളിൽ വിവേചനരഹിതമായി മാലിന്യം കത്തിക്കുന്നത് കുറ്റപ്പെടുത്തുന്നു. Okay. അധികൃതരുടെ നിഷ്ക്രിയത്വം ആരോപിക്കുന്നു. Good. Thank you. Okay. Miss Mini, okay, which is the word for കുറ്റപ്പെടുത്തുക, അപലപിക്കുക? Decry. അപലപിക്കുക, കുറ്റപ്പെടുത്തുക, decry അല്ലേ? അതെ. ഓക്കെ, ഇവിടെ ഒരു വേർഡ് ഇൻഡിസ്ക്രിമിനേറ്റ് ബേണിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ബേണിംഗ് ഓഫ് വേസ്റ്റ്. വാട്ട് ഈസ് ഇൻഡിസ്ക്രിമിനേറ്റ്? വിവേചനരഹിതമായിട്ടുള്ള അല്ലെ? അതെ. ഓക്കെ, ഗുഡ്. താങ്ക് യു. So again, Sara Varghese, you are requested to read next headline. കുറ്റപ്പെടുത്തുക, തെറ്റാണെന്ന് പറയുക, അപലപിക്കുക. ഓക്കെ. കണ്ടം. ഞാൻ തൊട്ട് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത വേർഡ് അതാ. ഡിക്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറ്റപ്പെടുത്തുക, അപലപിക്കുക. ഓക്കെ. അപ്പൊ കണ്ടം എന്ന് പറഞ്ഞാലോ? കുറ്റപ്പെടുത്തുക. കണ്ടം എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുക അല്ലെ, അപലപിക്കുക. കണ്ടം. ഡിക്രൈ എന്ന് പറഞ്ഞാലും കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബോത്ത് സെയിം. കണ്ടം എന്നുള്ളത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നത്? ആ എൻ അങ്ങോട്ട് സൈലന്റ് ആക്കിയാൽ മതി. കണ്ടം. ഓക്കെ, കണ്ടം. ഓക്കെ, എൻ സൈലന്റ് ആക്കിയിട്ട് കണ്ടം. യെസ്. So please go through this one. Cowardly and dastardly act. PM Modi condemns attack on Slovak PM Robert Fico. Cowardly, ഭീരുത്വവും വൃത്തികെട്ട പ്രവൃത്തിയല്ലേ ഡാസ്റ്റർഡ്ലി? ഹീനമായിട്ടുള്ള, അതന്നെ വൃത്തികെട്ട പ്രവൃത്തി തന്നെ, ഹീനമായിട്ടുള്ള.
PM കവാഡിലെ മോദി വീരത്വപരമായിട്ടുള്ള ഹീനമായ പ്രവൃത്തി ആ സ്ലോവക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോയ്ക്കെതിരെ ഹിക്കോയ്ക്കെതിരെ ആയ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചു. ഓക്കെ ഗുഡ്. താങ്ക് യു മിസ്റ്റർ മുഹസിൻ ഹസൻ. യെസ് സർ. കവാഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ? കോവാട്ട്ലി ഭീരുത്വപരമായിട്ടുള്ള. ഭീരുത്വം. ആ കവാഡ് എന്ന് പറഞ്ഞാൽ കവാഡ് ഭീരു. ഭീരു. ഭീരുത്വം. കൊവാഡ് എന്ന് പറഞ്ഞാൽ ഭീരു. ഓക്കെ, ഭീരു ആണ് കൊവാഡ്. ഓക്കെ, ഭീരു. കൊവാഡ് മീൻസ് ഭീരു. അതുപോലെ ഡസ്റ്റാർഡ്ലി എന്ന് പറഞ്ഞാൽ എന്താ? ഡസ്റ്റാർഡ്ലി ഹീനമായ. ഹീനമായ. ഡസ്റ്റാർഡ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീനമായ. ഹീനമായ. ഹീനമായ ഡസ്റ്റാർഡ്ലി. ഓക്കെ, മറ്റത് ഭീരു കൊവാഡ്. കൊവാഡ്ലി ഭീരുത്വപരമായിട്ടുള്ള, ഡസ്റ്റാർഡ്ലി എന്ന് പറഞ്ഞാൽ ഹീനമായിട്ടുള്ള. അപ്പൊ ഹീനവും ഭീരുത്വപരമായിട്ടുള്ള പ്രവൃത്തി എന്നാണ് കൊവാഡ് ആൻഡ് ഡസ്റ്റാർഡ്ലി ആക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഇത് മുഴുവൻ ഒന്ന് വായിച്ചിട്ട് മലയാളം എന്ന് പറഞ്ഞേ. Cowardly, distrustly act PM Modi condemn attacks on Slovak PM Robert. കണ്ടം. സോറി, ഇത് വായിക്കുമ്പോ ഈ ഓ ഇല്ലേ, അതിനെ ഇങ്ങനെ ഈ ആയിട്ട് ഒന്ന് ചിന്തിച്ചിട്ട് കണ്ടം. ഓക്കെ, കണ്ടം. Condemn. കണ്ടം. യെസ്, കണ്ടംസ്. Silent. അപ്പൊ കണ്ടംസ് അറ്റാക്ക് Condemn. സ്ലോവാക് പ്രൈം മിനിസ്റ്റർ റോബർട്ട് ഫിക്കോ. ഓക്കെ, അതിന്റെ മലയാളം. ഭീരുത്വവും ഹീനവുമായ പ്രവൃത്തി. സ്ലോവാക് പ്രധാനമന്ത്രി റോബർട്ട് ഫിക്കോക്കെതിരെ ആക്രമണത്തെ പ്രധാനമന്ത്രി മോദി അവലംബിച്ചു. ഓക്കെ, താങ്ക് യു. രമ, വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദ വേർഡ് കണ്ടം? കുറ്റപ്പെടുത്തുക, തെറ്റാണെന്ന് പറയുക, അപലപിക്കുക. കണ്ടം മീൻസ് കുറ്റപ്പെടുത്തുക, തെറ്റാണെന്ന് പറയുക, അപലപിക്കുക, അല്ലെ? കണ്ടം. താങ്ക് യു. Next, you are requested to read next word. Tear into. Shashi Tharoor tore into governance foreign policy in parliamentary debate. Tear into. വലിച്ചു കീറുക, ശക്തമായി വിമർശിക്കുക. ടിയർ എന്ന് പറഞ്ഞാൽ തന്നെ വലിച്ചു കീറുക എന്നാണ് അല്ലെ? അപ്പൊ അതിന്റെ മീനിങ് പെട്ടെന്ന് നമ്മുടെ മൈൻഡിലേക്ക് കിട്ടും. ടിയർ, വലിച്ചു കീറുക. ഏത് വലിച്ചു കീറില്ല? പേപ്പർ വലിച്ചു കീറുന്ന പരിപാടിയാണോ? അല്ല, നമ്മൾ മലയാളത്തിൽ തന്നെ വലിച്ചു കീറുക, ഒരു വ്യക്തിനെ വലിച്ചു കീറുക എന്ന് പറഞ്ഞാൽ അല്ലെ, ശക്തമായിട്ട് വിമർശിക്കുക എന്നാ അതിന്റെ അർത്ഥം. അങ്ങനെയല്ലേ? ഓക്കെ, അപ്പൊ അതേപോലെ ഇംഗ്ലീഷിൽ പറയുന്നതാണ് ടിയർ. ഓക്കെ, ഓക്കെ, താങ്ക് യു. സോ മിസ് ഗോപിക, which is the word for വലിച്ചു കീറുക, ശക്തമായി വിമർശിക്കുക? Tear into. Tear into. Okay, so you are requested to read the same sentence. Shashi Tharoor tore into government's foreign policy in parliamentary debate. പാർലമെന്ററി ചർച്ചയിൽ സർക്കാരിന്റെ വിദേശത്തെ ശശി തരൂർ ശക്തമായി വിമർശിച്ചു. ടയർ ഇൻറ്റു വലിച്ചു കീറുക, ശക്തമായി വിമർശിക്കുക. ടോർ ഇൻറ്റു എന്ന് പറയുമ്പോൾ ടിയർ ഇൻറ്റുന്റെ പാസ്റ്റ് ആണ് അല്ലേ? യെസ് സർ. ഓക്കെ, ശക്തമായി വിമർശിച്ചു. ടോർ ഇൻറ്റു, ടിയർ ഇൻറ്റുന്റെ പാസ്റ്റ് ആണ്. ഓക്കെ, താങ്ക് യു. Fasila, please read the next headline. AAP MLA's issue. Paswan takes pot shot at Kejriwal. Take pot shot means ശക്തമായി വിമർശിക്കുക, പരിഹസിക്കുക. Take pot shot അല്ലേ? ഇത് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. ടേക്ക് പോട്ട് ഷോട്ട്. നമ്മൾ ടേക്ക് വെച്ചിട്ട് നേരത്തെ വേറെന്തോ പഠിച്ചല്ലോ? പരിഹസിക്കുന്നത്, രൂക്ഷമായി പരിഹസിക്കുക. ടേക്ക് എ ടിക്കറ്റ്. അതുപോലെ ടേക്ക് പോട്ട് ഷോട്ട്. ടേക്ക് പോട്ട് ഷോട്ട് അല്ലേ? ടേക്ക് പോട്ട് ഷോട്ട്, ശക്തമായി വിമർശിക്കുക, പരിഹസിക്കുക. ഓക്കെ, ഗുഡ്. താങ്ക് യു. അബ്ദുൽ ജവാദ്, ആർ യു ദേർ? Yes sir, yes sir. Please read the same. AAP MLA's issue. Paswan takes pot shot at Kejriwal. AAP MLA മാരുടെ പ്രശ്നം, കെജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി പാസ്വാൻ. Okay, very good. Thank you. So next again Mr. Radish. ശക്തമായി വിമർശിക്കുക, പരിഹസിക്കുക. Take pot shot. Take pot shot. എന്നാൽ മറ്റൊരു വേർഡ് ഉണ്ട് ടേക്ക് വെച്ചിട്ട്. എന്താണ്? ടേക്ക് ജാബ്. ഇത് വളരെ കോമൺ ആയിട്ട് പത്രങ്ങളിൽ കാണുന്ന ഒരു സംഗതിയാണ്. ടേക്ക് ജാബ്, വിമർശിക്കുക. എന്താണ് മീനിങ് ടേക്ക് ജാബ്? ഓക്കെ, നെക്സ്റ്റ് വിനീഷ്. വിമർശിക്കുക, ചൂണ്ടിക്കാണിക്കുക, പരിഹസിക്കുക. Take jab. Take jab. Please, you are requested to read the headline. PM Modi takes jab at Congress. India bloc says their balloon has burst. എന്തായിരിക്കും ഇതിന്റെ മീനിങ്?
PM മോഡി ശക്തമായി വിമർശിച്ചു ആ കോൺഗ്രസിനെ. ആ അതായത് ടുക്ക് ജാബ് അറ്റ് കോൺഗ്രസ് എന്നാണ്. പരിഹസിച്ചു കോൺഗ്രസിനെ അല്ലെങ്കിൽ വിമർശിച്ചു. ആരെയാണ്? കോൺഗ്രസിനെ, ഇന്ത്യ ബ്ലോക്കിനെയും. എന്നിട്ട് എന്താ പറഞ്ഞത് അദ്ദേഹം? ദെയർ ബലൂൺ ഹാസ് ബേഴ്സ്റ്റ് എന്നാ പറഞ്ഞത്. അവരുടെ ബലൂൺ പൊട്ടിപ്പോയില്ല, അവരുടെ ബലൂൺ പൊട്ടിപ്പോയി, പൊട്ടിത്തെറിച്ചു എന്ന് പറഞ്ഞ് അവരുടെ ബലൂൺ പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി മോദി കോൺഗ്രസ്, ഇന്ത്യ ബ്ലോക്ക് എന്നിവയെ പരിഹസിച്ചു. ഓക്കെ, ഗുഡ്. ഓക്കെ മിസ്റ്റർ ജിഷാദ്, സാർ, ടേക്ക് ജാബ് എന്ന് പറഞ്ഞാൽ എന്താ? വിമർശിക്കുക, ചൂണ്ടിക്കാണിക്കുക, പരിഹസിക്കുക. ഇപ്പൊ നമ്മൾ ടേക്കും തുടങ്ങുന്ന എത്ര വാക്ക് പഠിച്ചു? ടേക്ക് എ ടിക്കറ്റ്, ടേക്ക് പോട്ട് ഷോട്ട് പഠിച്ചു, ടേക്ക് എ ജാബ് പഠിച്ചു. ടേക്ക് പോട്ട് ഷോട്ട്, ടേക്ക് എ ജാബ് അല്ലെ? ഓക്കെ, വെരി ഗുഡ്, താങ്ക് യു. ഇനി ജൈബ് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ജൈബ്. അതിനും പരിഹസിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോ എല്ലാം കൂടെ മാറിപ്പോണ്ട. TK Pushpan, you are requested to read this one. Yes, sir. I absolutely disagree. Women's response to Johnson's gutless jibe. ഓക്കെ, എന്താ അതിന്റെ മലയാളം? ഞാൻ തീർത്തും വിയോജിക്കുന്നു. ജോൺസന്റെ ധൈര്യമില്ലാത്ത പരിഹാസത്തോടെ കമിൻസ് പ്രതികരിക്കുന്നു. Yes, I absolutely disagree. Cummins respond to Johnson's gutless jibe. Gutless എന്ന് പറഞ്ഞാൽ എന്താ? ധൈര്യമില്ലാത്ത. ആ ധൈര്യമില്ലാത്ത പരിഹാസത്തോട്, ജൈബിനോട് കമ്മിൻസ് പ്രതികരിക്കുന്നു. ജൈബ് എന്ന് പറഞ്ഞാൽ പരിഹസിക്കുക, പരിഹാസം. ഇത് നൗണും ആണ്, വെർബും ആണ് കേട്ടോ, ജൈബ്. യെസ്. ഓക്കെ, രമ, ആക്ഷേപിക്കുക, പരിഹസിക്കുക എന്നുള്ളതിന്റെ വേർഡ് എന്താ? ജൈബ്. ഓക്കെ, സോ അഗൈൻ ശ്രീജ CJ. ഇതൊരു അഡ്വാൻസ്ഡ് വേർഡ് ആണ്, അങ്ങനെ പത്രങ്ങളിൽ കാണാറില്ല, എന്നാൽ റയറായി കാണാറുണ്ട്. ശ്രീജ, അതിന്റെ മീനിങ് എന്താ? സാൽവോ. സാൽവോ വെടി പൊട്ടിക്കൽ, തോക്കുകൊണ്ടും വാക്കുകൊണ്ടും അത് വെടി പൊട്ടിക്കുക എന്നാണ് സത്യത്തിൽ സാൽവോന്റെ അർത്ഥം. നമ്മൾ സാധാരണ വെടി പൊട്ടിക്കല്ല പരിപാടി, പക്ഷെ അത് വാക്കുകൊണ്ടുള്ള വെടി. അതെന്താ വാക്കുകൊണ്ടുള്ള? ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പ്രതിപക്ഷ നേതാക്കളൊക്കെ പറയില്ലേ, ഞാൻ ബോംബ് പൊട്ടിക്കും എന്നൊക്കെ പറയാറില്ലേ, ഒരു ബോംബ് പൊട്ടിക്കാൻ പോവാന്നൊക്കെ. അതെന്താ സംഭവം? ഒരു വലിയ സീക്രട്ട് പുറത്തു പറയാൻ പോവാന്നല്ല എന്റെ അർത്ഥം. ആ അർത്ഥത്തില് ഉള്ള വെടി, ദാറ്റ് ഈസ് സാൽവോ. ഓക്കെ, തോക്കുകൊണ്ടാവാം, വാക്കുകൊണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആക്രമണം, വിമർശനം, തൊടുത്തുവിടൽ, ഇതൊക്കെ സാൽവോയാണ്. Okay, thank you, Mr. Abdul Ghaffur. You are requested to go through the same. Congress fights for salvo, accuses government of protecting Sabi Chief Bush. Sabi മേധാവി ബുഷിനെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് പുതിയ വിമർശനം തൊടുത്തുവിട്ടു. ഓക്കെ, താങ്ക് യു. റസ്മി, ഇവിടെ ഈ വാക്കുകൊണ്ടുള്ള വെടിപൊട്ടിക്കുക എന്ന അർത്ഥത്തിൽ യൂസ് ചെയ്യുന്ന വേർഡ് എന്താ? സാൽവോ അല്ലെ? ഓക്കെ, ഫയർ സാൽവോ എന്നാണ് പൊതുവെ പറയുക. ഫയർ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക, എന്ത്? സാൽവോ. ഫയർ ഫ്രഷ് സാൽവോ എന്ന് പറഞ്ഞാൽ ഒരു പുതിയ വെടി പൊട്ടിക്കാൻ പോവുകയാണ്, ഒരു പുതിയ വിമർശനം അല്ലെങ്കിൽ പുതിയ ഒരു ആക്രമണം തൊടുത്തു വിടുകയാണ്. ഫയർ സാൽവോ. യെസ്, ഓക്കെ, ഗുഡ്, താങ്ക് യു. സോ നെക്സ്റ്റ്, നമ്മൾ ഇന്നല്ല മൊത്തത്തിൽ ഈ അധ്യായത്തിൽ പഠിച്ച എല്ലാ വാക്കുകളും ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത്. ലാഷ് ഔട്ട് തുറന്നടിക്കുക, രോഷം പ്രകടിപ്പിക്കുക, ബ്ലാം നിശിതമായി വിമർശിക്കുക, റെക്സിൻഡു വാക്കുകൊണ്ട് ആക്രമിക്കുക, ആക്രമിക്കുക, റിപ്പിൻഡോ, പിന്നെ മലയാളം വായിക്കുക, level, attribute, admonish, tear into, take jab, jibe, salvo. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി നമുക്കിതിന്റെ കൊളക്കേഷൻ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, AAP കേന്ദ്രത്തോട് രോഷം പ്രകടിപ്പിക്കുന്നു. കേന്ദ്രമന്ത്രി മുരളീധരൻ CPM-നെ നിശിതമായി വിമർശിക്കുന്നു. ചിദംബരം ധനമന്ത്രിയെ കടന്നാക്രമിച്ചു. അച്ചടക്കമില്ലായ്മയ്ക്ക് സുപ്രീം കോടതി കേരള ഹൈക്കോടതി ജഡ്ജിനെ കുറ്റപ്പെടുത്തി. മുൻ MLA-യെ CPM പരസ്യമായി കുറ്റപ്പെടുത്തുന്നു.
CPM public കർഷകർ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി. critics reproached him. അദ്ദേഹം സഹപ്രവർത്തകരെ വഴക്ക് പറഞ്ഞു. രൺബീർ കപൂറിന്റെ അനിമൽ എന്ന ചിത്രത്തെ നിശിതമായി വിമർശിച്ച് ഇന്ത്യൻ ക്രിക്കറ്റ് താരം. Indian cricketer Ranbir Kapoor's film Animal. ഇന്ത്യൻ ക്രിക്കറ്റർ സബ് രജിസ്ട്രാർമാർക്കെതിരെ മദ്രാസ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മദ്രാസ് ഹൈക്കോടതി തമിഴ്നാട് ഗവർണറെ പരിഹസിച്ച് DMK. തമിഴ്നാട് ഗവർണർ. പ്രധാനമന്ത്രിയെ പരിഹസിച്ച് രാഹുൽ ഗാന്ധി. ആരോപണം ഉന്നയിക്കുക. തന്നെ ആക്രമിച്ചതായി അദ്ദേഹം ആരോപിച്ചു. BJPയുടെ ആരോപണങ്ങളെ തള്ളി പ്രിയങ്ക ഗാന്ധി. പ്രിയങ്ക ഗാന്ധി ജങ്സ് BJP ജങ്ക് എന്ന് പറഞ്ഞാൽ തള്ളിക്കളി. കോൺഗ്രസ് ആരോപിക്കുക. സുപ്രീം കോടതി ശാസിക്കുന്നു. ചെന്നൈ നിവാസികൾ കുറ്റപ്പെടുത്തുന്നു. ഈ കൊലപാതകത്തെ ഞാൻ അപലപിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബുധനാഴ്ച പ്രതിപക്ഷത്തെ വികസന വിരുദ്ധരും അഴിമതിക്കാരും എന്ന് വിളിച്ച് ശക്തമായി വിമർശിച്ചു. വലിച്ചു കീറി. കേജ്രിവാളിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി മോദി കോൺഗ്രസിനെ പരിഹസിക്കുന്നു. പ്രധാനമന്ത്രി മോദി കോൺഗ്രസിനെ പരിഹസിക്കുന്നു. പ്രൈം മിനിസ്റ്റർ മോദി ഞാൻ തീർത്തും വിയോജിക്കുന്നു ജോൺസന്റെ ധൈര്യമില്ലാത്ത പരിഹാസത്തോട്. കോൺഗ്രസ് പുതിയ വിമർശനം തൊടുത്തുവിട്ടു. കോൺഗ്രസ് fired Okay, that's it for today. എല്ലാവരും കൊളോക്കേഷൻസ് പ്രാക്ടീസ് ചെയ്യാൻ മറക്കരുത്.